ചമരെ എന്നത്തെയും പോലെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ 5:30 ആയപ്പം എഴുന്നേറ്റ് പോകുന്ന പോക്കാണിത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മനുവിനെ വിളിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അവൻ്റെ വീട് ബാലഗ്രാമിലാണ്. അവിടെ പോയി വിളിച്ചുകൊണ്ട് വരണമായിരുന്നു. അവൻ്റെ ഓട്ടോറിക്ഷയിലായിരുന്നു അവൻ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അവൻ്റെ വണ്ടി ടെസ്റ്റിംഗ് ആയത് കാരണം പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഓട്ടോ കയറ്റിയിട്ടേക്കുവാണ്. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ പോയി വിളിക്കുവാണ് കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞാൻ തൂക്കാലം വരെ പോയി കേട്ടോ. അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായത് കൊക്കോ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു വയലറ്റ് കളറ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെയാണ് പോയി അമ്മപ്പൊന്നിനെ കൂട്ടിക്കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അമ്മപ്പൊന്നെ തന്നെ അവിടെ ഇറങ്ങിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഒത്തിരി ക്ഷീണിച്ചു. എൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാണ്, സാഹചര്യം അതുപോലെ ആയിപ്പോയി. ഒരു പണിക്കാരെ നിർത്താമെന്ന് വെച്ചാൽ പണിക്കാരെല്ലാം ആദ്യം തൊട്ട് നമുക്കിട്ട് പണി തന്നത് കാരണം ആരുമില്ല കേട്ടോ. അങ്ങനെ ഗ്യാസ് തീർന്നിട്ട് ഗ്യാസൊക്കെ എടുത്ത് അങ്ങനെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ. പിന്നെ ഉച്ചയൂണിൻ്റെ സമയമാണ്. നമ്മൾ ഇലയൂണാക്കിയ പിന്നെ ഒരുപാട് കസ്റ്റമർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ വാഴയിലയും ഇത്രയും കറികളും എങ്ങനെ നിങ്ങൾ കൊടുത്ത് 70 രൂപയ്ക്ക് മുതലാക്കുന്നു എന്ന് ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്. 10 രൂപയും കൂടെ കൂട്ടാൻ മേലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അമ്മപ്പൊന്ന് ഒരിക്കലും സമ്മതിക്കുകയില്ല. 70 രൂപയ്ക്ക് കൂടുതൽ മേടിക്കണ്ട എന്നാണ് പറയുന്നത്. അമ്മപ്പൊന്നിൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് തൃപ്തിയോടുകൂടിയാണ് ആൾക്കാർ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈഫിൽ എന്നെ ഞാനാക്കിയ എൻ്റെ ചിത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ഉത്തരവാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്ന ഈ ചിത്രം. ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് മിച്ചമായിട്ടുള്ള കേട്ടോ. എൻ്റെ ലൈഫിൽ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അമ്മ, എൻ്റെ പപ്പ, എൻ്റെ കൂടപ്പറപ്പുകൾ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഒരുപാട് സൗഹൃദങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്, യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇനി 2 months വരുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളും കാണാം കേട്ടോ.